JP Astro Life-ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജനാർദ്ദനൻ പിള്ള. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് 1201 ആണ്ട് ചിങ്ങമാസത്തെ ഫലമാണ് പറയുന്നത്. മിഥുനം രാശിയിൽ ജനിച്ച മകയിരം 3-4 പാദം, തിരുവാതിര, പുണർദത്തിൻ്റെ 1-2-3 പാദത്തിൽ ജനിച്ചവരുടെയും മിഥുനം രാശിയിൽ ജനിച്ചവരുടെയും ഫലമാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ചിങ്ങമാസ ഫലം എന്ന് പറയുമ്പോൾ ആഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 16 വരെയുള്ള ഒരു കാലയളവിലെ ഫലമാണ് പറയുന്നത്. മിഥുനൻ രാശിയുടെ ജന്മരാശാധിപൻ ബുധനാണ്. ആഗസ്റ്റ് 30 വരെ കർക്കിടകൻ രാശിയിലും ആഗസ്റ്റ് 30 മുതൽ ചിങ്ങൻ രാശിയിലും സെപ്റ്റംബർ 15 മുതൽ കന്നി രാശിയിലുമായിട്ട് ബുധൻ സഞ്ചരിക്കും. അതായത് ചിങ്ങമാസത്തിൽ ബുധൻ കർക്കിടകം, ചിങ്ങം, കന്നി ഈ 3 രാശികളിലായിട്ടാണ് മിഥുനക്കൂറുകാർക്ക് ബുധൻ സഞ്ചരിക്കുന്നു. അപ്പൊ 2, 3, 4 ഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ വ്യത്യസ്തമായ ഫലങ്ങൾ ഉണ്ടാകും. 2-ാം ഭാവത്തിലെ ഫലത്തിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിരിക്കും 3-ാം ഭാവത്തിലെ ഫലം, അതുപോലെ തന്നെ 4-ാം ഭാവത്തിലെ ഫലം. 2-ാം ഭാവത്തിൽ കർക്കിടകത്തിൽ ബുധൻ സഞ്ചരിക്കുന്നത് ശത്രു രാശിയിലാണ്. 2-ലെ ബുധൻ എന്ന് പറയുമ്പോൾ 2-ാം ഭാവത്തിന്റെ പ്രാധാന്യം വരും. അപ്പൊ വിദ്യ, വിനയം, ധനം, 2-ാം ഭാവം എന്ന് പറയുമ്പോൾ വാക്ക്, കുടുംബം, ധനം, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ വരും. അപ്പൊ വിദ്യാഭ്യാസപരമായിട്ടും ധനപരമായിട്ടും ഒക്കെ നല്ല ഒരു ഫലം നൽകും എന്ന് പറയാം. അതുപോലെ മൃഷ്ടാന്ന ഭോജനം, നല്ല ബുദ്ധി സാമർഥ്യം, അതുപോലെ ബുധനായതുകൊണ്ട് ബുധന് സാഹിത്യാദി കാര്യങ്ങളിലോടൊക്കെ ഒരു താല്പര്യമൊക്കെ വരാം. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള താല്പര്യമുള്ളവർക്ക് നല്ല ഭാവനയൊക്കെ വരുന്ന ഒരു സമയം കൂടിയാണ്. ശത്രുരാശി ആയതുകൊണ്ട് മനസ്സിൽ ചില നീരസവും, അതുപോലെ തന്നെ കർക്കിടകൻ രാശി എന്ന് പറയുമ്പോൾ ചന്ദ്രന്റെ രാശിയാണ്. അപ്പൊ മാതൃസ്ഥാനീയരായ വ്യക്തികളോട് ചില അടുപ്പക്കുറവ്, അല്ലെങ്കിൽ ഒരു അഭിപ്രായ വ്യത്യാസം, ചെറിയ നീരസം, ഇതൊക്കെ പ്രകടമാക്കാം. ആഗസ്റ്റ് മുതൽ ചിങ്ങൻ രാശിയിൽ വരുന്ന ബുധൻ എന്ന് പറയുമ്പോൾ ചിങ്ങൻ രാശിയിൽ 3-ാം ഭാവത്തിൽ ബുധൻ വരുമ്പോൾ ചിങ്ങമാസമാണ്. അപ്പൊ ആദിത്യനും ചിങ്ങം രാശിയിലാണ് വരുന്നത്. അപ്പൊ ആദിത്യ ബുധയോഗം അവിടെ നമുക്ക് കാണാം. ഇവിടെ ബുധനും സൂര്യനും തമ്മിൽ 2 പേരെയും താരതമ്യപ്പെടുത്തുമ്പോൾ ബുധനേക്കാൾ കുറച്ചുകൂടി പവർ വരുന്നത് സ്വക്ഷേത്ര ബലവാനായ സൂര്യന് തന്നെയാണ്. അപ്പൊ സൂര്യബുധ യോഗം എന്ന് പറയുന്ന ഒരു നിപുണ യോഗമാണ്. അത് വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ ഒരു പുരോഗതി നേടാനും സർക്കാർ തലത്തിൽ ഏതെങ്കിലുമൊക്കെ ഗുണം ലഭിക്കാനും ഉള്ള സാഹചര്യം ഉണ്ടാക്കിത്തരും. 3-ലെ ബുധൻ പ്രത്യേകമായ ഒരു കഴിവിനെ സൂചിപ്പിക്കാറുണ്ട്. അതായത് കപടശാസ്ത്രത്തിലും ജാലവിദ്യ പോലുള്ള വിദ്യകളിലും ഒക്കെ തന്നെ ഒരു താല്പര്യവും അതൊക്കെ അറിയണം എന്നുള്ള ഒരു മനോഭാവവും ഒക്കെ തോന്നുന്ന ഒരു സമയമാണ്. ഇല്ലാത്ത ഒന്നിനെ യാഥാർത്ഥ്യമായി ചിത്രീകരിക്കുന്ന കാര്യങ്ങൾ, അതൊക്കെയാണല്ലോ ഈ മാജിക്കുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഓരോ വിഷയങ്ങൾ, ഇപ്പൊ AI ക്യാമറ, ഇപ്പം ഇത് പുതിയ ലോകമാണ്, ഇവിടെ പുതിയ പുതിയ സാങ്കേതിക വിദ്യകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളോടൊക്കെ ഒരു താല്പര്യം വരാം എന്നതിനെ സൂചിപ്പിക്കുന്നതാണ് ഈ 3-ാം ഭാവത്തിലെ. കന്നിരാശിയിലേക്ക് സെപ്റ്റംബർ 15 മുതൽ മാറുക എന്ന് പറയുമ്പോൾ ബുധന്റെ ഉച്ചരാശിയാണ്. അപ്പൊ ഉച്ചരാശിയായ കന്നിയിലേക്ക് വരുമ്പോൾ അത് ജന്മരാശ്യാധിപൻ കൂടിയാണ് മിഥുന രാശി. അപ്പൊ അങ്ങനെ വരുമ്പോൾ ധനവാനും കീർത്തിമാനും ഒക്കെ ആകാനുള്ള സാധ്യത എന്ന് പറയുമ്പോൾ ജാതകത്തിൽ ഈ പറയുന്ന പോലെ ബുധൻ കന്നിരാശിയിലൊക്കെയാണ് നിൽക്കുന്നത്, നിങ്ങൾ മിഥുന ലഗ്നത്തിലൊക്കെയാണ് ജനിച്ചത് എങ്കിൽ തീർച്ചയായും ഇത്തരത്തിലുള്ള ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കും. കാരണം ഉച്ചരാശിയിലെ ബുധൻ എന്ന് പറയുമ്പം അറിവിന്റെ പാരമ്യത്തിലെ ഒരു കാര്യമായിട്ടാണ് വരുന്നത്. അറിവിനെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമാണല്ലോ ബുധൻ. ചിലർക്ക് മാത്സ് ആയിരിക്കാം, ചിലർക്ക് അധ്യാപന വൃത്തിയായിരിക്കാം, ചിലർക്ക് മറ്റു കാര്യങ്ങളായിരിക്കാം, ചിലർക്ക് ശാസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കാം. ഇപ്പൊ അസ്ട്രോളജി തന്നെ മോശമായ ശാസ്ത്രമൊന്നും അല്ലല്ലോ. ധാരാളം ബുദ്ധി പ്രയോഗിക്കേണ്ട, ധാരാളം ചിന്തിക്കേണ്ട, ധാരാളം പഠിക്കേണ്ട ഒരു ശാസ്ത്രമാണ്. അപ്പൊ ഇങ്ങനെ പല വിഷയങ്ങളിൽ പ്രാവീണ്യം നേടാനുള്ള ഒരു കഴിവ് സ്വാഭാവികമായും ഉച്ചരാശിയിലെ ബുധൻ നൽകാറുണ്ട്. അതുകൊണ്ടാണ് ധനവാനും കീർത്തിമാനും ഒക്കെ ആകാം എന്ന് പറഞ്ഞത്. പിന്നെ ഈ 4-ാം ഭാവം, 4-ാം ഭാവത്തിലാണല്ലോ ബുധൻ വരുന്നത്.
അപ്പൊ ഈ 4-ാം ഭാവം എന്ന് പറയുമ്പോൾ വീട്, വാഹനം, മാതാവ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ 4-ാം ഭാവത്തിലേക്ക് വരുന്നത്. അപ്പൊ ധാരാളം ഒന്നിലധികം വീടുകൾ, വാഹനങ്ങൾ, ഇതെല്ലാം തന്നെ. കാരണം ഉച്ചരാശിയിൽ വരിക എന്ന് പറയുമ്പം 4-ാം ഭാവം വരിക എന്ന് പറയുമ്പം ഉന്നതമായ നിലവാരത്തിലുള്ള, അല്ലാതെ ഷെഡും അല്ലെങ്കിൽ ഈ ചട്ടക്കുടിലും ഒന്നുമല്ല. നല്ല വീട്, നല്ല വാഹനം, അതുപോലെ സാമ്പത്തികമായ നല്ല ഉന്നതി. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡോക്ടറേറ്റിന് പഠിക്കുന്നവർ, ഏതെങ്കിലും വിഷയത്തിൽ ഗവേഷണം നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല ഉയരത്തിൽ, അതായത് നല്ല സ്ഥാനത്തോടു കൂടി തന്നെ അവർക്ക് ആ കാര്യം സാധിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് പ്രൊമോഷൻ ആഗ്രഹിക്കുന്നു, ഏതെങ്കിലും ഉന്നത സ്ഥാനത്തേക്ക് ആഗ്രഹിച്ചാലും അവർക്കത് ലഭിക്കും. ഒരു പക്ഷേ അവരെ ടെസ്റ്റ് എഴുതാതെ തന്നെ അതിൻ്റെ ആ നേരായ മാർഗത്തിലൂടെ ഇവരൊരു പക്ഷേ ഉയരങ്ങളിലേക്ക് എത്താനും സാധിച്ചെന്ന് വരും. അപ്പം അങ്ങനെ ഏത് കാര്യത്തിലും ഒരു പ്രത്യേക കഴിവ്, മിടുക്ക്, അതുപോലെ തന്നെ ബുദ്ധി, ഇതെല്ലാം തന്നെ വരുന്ന ഒരു ഭാവമാണ് ഈ കന്നിരാശിയിലെ ബുധൻ. കന്നിരാശിയിലെ ബുധൻ എന്ന് പറഞ്ഞാൽ ശക്തൻ എന്നാണ്, അല്ലാതെ ദുർബലനൊന്നുമല്ല. അപ്പം അത് അതിൻ്റെതായ ഒരുപാട് ഗുണങ്ങൾ അത്തരത്തിൽ ബുധൻ ഇഷ്ടഭാവത്തിൽ നിൽക്കുന്നവർക്ക് നൽകും. മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പം ബുധൻ കന്നിരാശിയിൽ നിൽക്കുന്നതിനെ സംബന്ധിച്ച് അല്പം വാചാലമായി സംസാരിച്ചെങ്കിലും കന്നിരാശിയിൽ മറ്റൊരു ഗ്രഹം കൂടി നിൽപ്പുണ്ട്. 4-ാം ഭാവത്തിൽ കന്നിരാശിയിൽ ചൊവ്വ. ഈ 4-ലെ ചൊവ്വ എന്ന് പറയുന്നത് അത്ര നല്ല ഫലം നൽകത്തില്ല. അതായത് 4-ാം ഭാവം മുമ്പേ പറഞ്ഞതുപോലെ തന്നെ വീടാണ്. അപ്പൊ വീട്ടിൽ ഒരു സ്വൈര്യക്കുറവ് വരാം, എന്തെങ്കിലും തരത്തിലുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളും, അല്ലെ അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്നൊക്കെയുള്ള ചില ചിന്താഗതികളൊക്കെ മറ്റുള്ളവരിൽ നിന്നുണ്ടാകാം. അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ വീട്, വാഹനം, ഇങ്ങനെയൊക്കെയുള്ള കാര്യമാണ്. മാതാവ്, ഇതൊക്കെ വരുമല്ലോ. അപ്പോൾ വാഹനം എന്ന് പറയുന്നത് യാത്രയ്ക്ക് വേണ്ടിയുള്ളതാണ്. അപ്പൊ ചൊവ്വയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ തട്ട്, മുട്ട, ക്ഷതം, വീഴ്ച, ധൈര്യം, വീര്യം, പരാക്രമം, ആവേശം, കോപം, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും ചൊവ്വ ചെയ്യുമല്ലോ, അതിൻ്റെ ഭാവത്തിനനുസരിച്ച്. അപ്പം അങ്ങനെ വരുമ്പം യാത്ര വളരെയേറെ സൂക്ഷിക്കേണ്ടതായിട്ട് വരും. അതുപോലെ മാതാവിന് ഏതെങ്കിലും തരത്തിൽ ചില വിഷമതകളൊക്കെ സംഭവിക്കാം. ബന്ധുക്കൾ, ബുധനാണല്ലോ ഒരാൾ, ഉച്ചരാശിയിൽ നിൽക്കുന്ന ബുധനോടൊപ്പമാണല്ലോ ഈ ചൊവ്വായി നിൽക്കുന്നത്. അപ്പൊ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, ബുധൻ എന്ന് പറയുമ്പോൾ യുവരാജാവാണ്, ബന്ധുക്കളാണ്, ചെറുപ്പക്കാരാണ്, സുഹൃത്തുക്കളാണ്, ഇങ്ങനെയൊക്കെയുള്ളവരാണ്. അപ്പൊ അവരുമായിട്ടൊക്കെ ഈ ചൊവ്വ ഒരു കണക്ഷൻ വരുമ്പം ചില കാര്യത്തിലൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരാം. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുമ്പം 4-ാം ഭാവത്തിലെ ചൊവ്വ എന്ന് പറയുമ്പം തട്ട്, മുട്ട, ക്ഷതം, വീഴ്ച, അപകട സാധ്യതയിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കാം. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബുധൻ സാധാരണഗതിയിൽ പഴയ വീടിനെ സൂചിപ്പിക്കുന്നതാണ്. തടി കൊണ്ടൊക്കെ നിർമ്മിച്ച വീട് എന്നൊക്കെയാണ്. ചലച്ചിത്രപ്പണികളൊക്കെ വരാൻ ബുധനാവുമ്പോൾ പഴയ തറവാടോ അല്ലെങ്കിൽ അതുപോലെ മനോഹരമായ ആ ഒരു രീതിയിലൊക്കെയുള്ള വീടുകളൊക്കെ ആകാം. കാരണം ഉച്ചരാശിയിലാണല്ലോ. അവിടെ ചൊവ്വ വരിക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനെന്തെങ്കിലുമൊക്കെ ക്ഷതം സംഭവിക്കാവുന്ന, എന്ന് പറഞ്ഞാൽ വീടിന് എന്തെങ്കിലും വിഷയം ഒന്നുകിൽ പൊളിച്ചു മാറ്റേണ്ടതായിട്ട് വരുന്നു, ഇല്ലെങ്കിൽ നഷ്ടപ്പെടുന്നു, ഇല്ലെങ്കിൽ അതിനെന്തെങ്കിലും അപകടം സംഭവിക്കുന്നു. ഇപ്പൊ ചൊവ്വ എന്ന് പറയുമ്പം ഈ പറയുന്ന പോലെ തട്ടുമുട്ടും ചതവും മാത്രമൊന്നുമല്ല, അഗ്നിബന്ധവും ചൊവ്വയെ കൊണ്ട് സൂചിപ്പിക്കും. ഇവിടെ മറ്റൊരു കാര്യം പ്രത്യേകമായിട്ട് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മീനത്തിൽ നിൽക്കുന്ന ശനി കന്നിയിൽ നിൽക്കുന്ന ചൊവ്വയുമായിട്ടൊരു ബന്ധം വരുന്നു. അപ്പൊ മിഥുനൻ രാശിക്കാർക്ക് 10-ാം ഭാവമാണ്, കന്നിരാശി 4-ാം ഭാവമാണ്. അപ്പൊ ഈ ചൊവ്വയും ശനിയും തമ്മിലുള്ള ഒരു ബന്ധത്തെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ അഗ്നിമാരുത യോഗം. അഗ്നി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, അത് തീയാണ്. മാരുതൻ കാറ്റാണ്. അതായത് കാറ്റും അഗ്നിയും അപകടങ്ങളും എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഞാൻ ഈ കാളസർപ്പയോഗത്തെക്കുറിച്ചും അഗ്നിമാരുത യോഗത്തെക്കുറിച്ചും ഒക്കെ നേരത്തെ തന്നെ ചെയ്തപ്പോൾ തന്നെ അശുഭയോഗം എന്നും പറഞ്ഞ് ഞാൻ നേരത്തെ ഒരു മാസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അന്ന് തന്നെ ഞാൻ പറഞ്ഞു, നമ്മുടെ പ്രകൃതിയിലും നമ്മുടെ രാജ്യത്തും വിദേശത്തും എവിടെയായാലും ഈ ലക്ഷണം അശുഭ ലക്ഷണമാണ്. ഇത് ഒരുപാട് വിഷയങ്ങളുണ്ടാകാം. പ്രകൃതിക്ഷോഭം ഉണ്ടാകാം, ഉരുൾപൊട്ടലുണ്ടാകാം, വെള്ളപ്പൊക്കം ഉണ്ടാകാം, അഗ്നിബാധ ഉണ്ടാകാം, അപകടങ്ങൾ ഉണ്ടാകാം.
കാരണം ചൊവ്വ അഗ്നിയെ സൂചിപ്പിക്കുന്ന ഒന്നാണ്, പാറയെ സൂചിപ്പിക്കുന്ന ഒന്നാണ്, സ്ഫോടനത്തെയും പൊട്ടിത്തെറിയെയും സൂചിപ്പിക്കുന്ന ഒന്നാണ്. മാരുതൻ വായുവാണ്. ഈ ആകാശ വിസ്ഫോടനം എന്നൊക്കെ പറയത്തില്ല, അതായത് ഉഗ്രമായ ഇടിമിന്നലുകൾ. അതുപോലെ തന്നെ അത്തരത്തിൽ, അതുപോലെ പിന്നെ ഉരുൾപൊട്ടല്, വെള്ളപ്പൊക്കം. മീനൻ രാശിയിലെ ശനി. മീനൻ രാശി എന്ന് പറയുമ്പോൾ അത് ജലരാശിയാണ്. സമുദ്രത്തെ എന്ന് പറഞ്ഞാൽ അത്രമാത്രം ജലം തിങ്ങിക്കിടക്കുന്ന സ്ഥലത്തെ സൂചിപ്പിക്കുന്നത്. ചൊവ്വായുമായിട്ടാണ് അതിന് കണക്ഷൻ. ചൊവ്വ എന്ന് പറയുമ്പോൾ ഭൂമിയെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഉരുൾപൊട്ടലുണ്ടാകാം, അതുപോലെ കാറ്റ് മൂലം ഈ പറഞ്ഞതുപോലെ പ്രശ്നങ്ങളുണ്ടാകാം, അപകടങ്ങളുണ്ടാകാം. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ടാകുന്ന ഒരു യോഗമാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതിനുശേഷം ആ ലക്ഷണം വന്നതിന് ശേഷം പലയിടത്തും ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തും ഉണ്ടായിട്ടുണ്ട്, അന്യരാജ്യത്തും ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും സംഭവിച്ചുകൊണ്ടും ഇരിക്കുന്ന കാര്യമാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ 4-ാം ഭാവത്തിൽ ഇങ്ങനെ ചില ബന്ധങ്ങൾ വരുമ്പോൾ വീടിന് അഗ്നിബാധ ഉണ്ടാവുകയോ അല്ലെങ്കിൽ വീടിന് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ ഉണ്ടാവുകയോ, ചിലപ്പോൾ ഒരുപക്ഷെ കാറ്റടിച്ചോ കൊടുങ്കാറ്റോ മരം വീണോ അല്ലെങ്കിൽ ഉരുൾപൊട്ടിയോ പാറ വീണോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ തീ പിടിച്ചോ എന്തെങ്കിലുമൊക്കെ, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. അല്ലാതെ ഈ നെഗറ്റീവ് എന്തിനാണ് പറയുന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളിലും ഇത് ഈ അസ്ട്രോളജി മാത്രമൊന്നുമല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളെ സംബന്ധിച്ചും ഞാൻ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അത് ഇപ്പോൾ 2 മാസം മുമ്പ് നിങ്ങൾ ജൂൺ 1-ാം തീയതി പ്രസിദ്ധീകരിച്ച, അതിനു മുമ്പ് എടുത്ത ഒരു വീഡിയോയാണ് വേടനെ സംബന്ധിക്കുന്ന കാര്യം. അതുപോലെ പല കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അതൊന്നും പിന്നീട് അതിനൊന്നും ഇപ്പം ഒരുപാട് പേര് കാണുക എന്നുള്ളതൊന്നും എൻ്റെ വിഷയമല്ല. ചിലപ്പോൾ 100-200 പേരെ കാണത്തുള്ളായിരിക്കും, അല്ലെങ്കിൽ 250 പേരെ കാണത്തുള്ളായിരിക്കും. കാണുന്നവർ കണ്ടാൽ മതി. പക്ഷെ അതൊക്കെ പിന്നീട് വരുമ്പോഴാണ് അതിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ. 10-ലെ ശനി എന്ന് പറയുമ്പോൾ കർമ്മ മേഖലയെ സൂചിപ്പിക്കുന്നു, തൊഴിൽപരമായ പ്രശ്നങ്ങൾ. അപ്പോൾ തൊഴിൽപരമായ അസംതൃപ്തി വരാം, തൊഴിൽപരമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാം, പ്രതിസന്ധി വരാം. അത് ഏത് വിധത്തിലായാലും 10-ാം ഭാവത്തിൽ ശനി വരിക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ചില വിഷമതകളും വിഷയങ്ങളും ഒക്കെ വരാം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, 10-ാം ഭാവാധിപൻ വ്യാഴമല്ലേ, അത് മിഥുനൻ രാശിയിലല്ലേ നിൽക്കുന്നത് എന്ന്. ജന്മരാശിയിൽ നിൽക്കുന്ന വ്യാഴം അത്ര വലിയ മഹാത്മ്യമൊന്നും പറയാനില്ല. കാരണം ചാരവശാൽ നമ്മൾ പറയുമ്പോൾ, അല്ലാതെ പറയുമ്പോൾ ജാതകത്തിൽ ഇപ്പോൾ ജന്മരാശിയിൽ വ്യാഴം നിൽക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റേതായ ചില ഗുണങ്ങളും പ്രയോജനങ്ങളും ഒക്കെ നമ്മൾ പറയാറുണ്ട്. അത് ഏത് രാശിയിലാണ് എന്നതിനൊക്കെ പ്രാധാന്യവുമുണ്ട്. ഇപ്പം കേന്ദ്രാധിപത്യമുള്ള വ്യാഴം ജന്മരാശിയിൽ നിൽക്കുകയാണ്. സാമ്പത്തികമായ ഗുണവും ബുദ്ധിപരമായ കഴിവും ഒക്കെ ലഭിക്കുമെങ്കിലും പല വിധത്തിൽ അധിക ചെലവ് വരാം. ആരോഗ്യ സംബന്ധമായ ചില വിഷമതയും വരാം, പ്രത്യേകിച്ച് പ്രമേഹം പോലെ രോഗമുള്ളവർ. അതുപോലെ 1 ശുക്രനും 1 വ്യാഴവുമാണ് നിൽക്കുന്നത്. വ്യാഴം പ്രമേഹത്തെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ്. ഇപ്പം വ്യാഴം ഇഷ്ടഭാവത്തിൽ ബലവാന്മാരായിട്ടൊക്കെ നിൽക്കുന്നവരെ സംബന്ധിച്ച് ചിലപ്പോൾ ഒരുപക്ഷെ അത്ര വലിയ വിഷയമൊന്നും ഉണ്ടായി കാണത്തില്ലായിരിക്കാം. എങ്കിലും അത്ര അനുകൂലമല്ലാതെ ജന്മരാശിയിലൊക്കെ വ്യാഴം നിൽക്കുകയാണെങ്കിൽ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റാത്ത രോഗങ്ങൾ, പ്രമേഹം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ആരോഗ്യ സംബന്ധമായിട്ട് വ്യാഴത്തെ കൊണ്ട് സൂചിപ്പിക്കുന്ന പല കാര്യങ്ങളിൽ ചിലത്. അപ്പം അത്തരത്തിൽ കഫസംബന്ധമായ അസുഖങ്ങളുള്ളവർ, കാരണം 1 ശുക്രനാണ്. ശുക്രൻ ജലത്തെയും അതുപോലെയൊക്കെയുള്ള സൂചനയൊക്കെ തരുന്ന ഗ്രഹമാണ്. അതുപോലെ യൂട്രസിനെ, യൂറിനെ, ഇതിനെയൊക്കെ സൂചിപ്പിക്കുന്നത്. അപ്പം കഫസംബന്ധമായ വിഷയങ്ങൾ, പ്രമേഹ സംബന്ധമായ വിഷയങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർ ഈ ചിങ്ങമാസത്തിൽ വളരെ ശ്രദ്ധിക്കുകയും അത് കണ്ടില്ല കേട്ടില്ല ഒന്നും നടിക്കാതെ നിങ്ങൾ അതിൻ്റെ പരിഹാരം കണ്ട് നിയന്ത്രിച്ച് നിർത്താനുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യണം എന്നാണ് സൂചിപ്പിച്ചത്. ശുക്രനെ സംബന്ധിച്ച് പറയുമ്പോൾ മിഥുനൻ രാശി ശുക്രൻ്റെ ബന്ധുരാശിയാണ്. ബന്ധുക്കളും സുഹൃത്തുക്കളും ചെറുപ്പക്കാരും ഇവരെയൊക്കെ ഏത് കാര്യത്തിലും ഇവരോടൊപ്പം ഉണ്ടാകും എന്നുള്ളതാണ്. ശുക്രൻ ഭൗതിക സുഖ സൗകര്യം നൽകുന്ന ഗ്രഹമാണെന്ന് പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട്. നല്ല ഭക്ഷണം, വസ്ത്രം, ശരീരസുഖം, ഭാര്യാസുഖം, ഭർത്തൃസുഖം, ശയനസുഖം, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സുഖങ്ങളാണ്. ഈ ശുക്രൻ ആരുടെ ജാതകത്തിലായാലും ബലവാനായി ഇഷ്ടഭാവത്തിലൊക്കെ നിൽക്കുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ സുഖത്തിനൊന്നും വലിയ കുറവൊന്നും വരത്തില്ല. മറ്റു കാര്യങ്ങളൊക്കെ മറ്റു ഗ്രഹങ്ങളെ കൊണ്ട് ചിന്തിക്കും. ആഗസ്റ്റ് 20 മുതൽ ശുക്രൻ കർക്കിടകൻ രാശിയിലേക്ക് മാറും.
കർക്കിടകൻ രാശിയിലേക്ക് മാറുമ്പോൾ അത് ശുക്രൻ്റെ ശത്രുരാശിയാണ്. ചന്ദ്രൻ്റെ രാശിയാണ് കർക്കിടകം. പക്ഷെ ചന്ദ്രന് ശത്രുതയുണ്ടോ എന്ന് ചോദിച്ചാൽ ആരോട് ശത്രുതയൊന്നും. പക്ഷേ ശത്രുരാശി ആണെങ്കിലും ശുക്രൻ നിൽക്കുമ്പോൾ ധനധാന്യ സമൃദ്ധിയും വിദ്യാഭ്യാസം മൂലം പുരോഗതിയും നല്ല ഭക്ഷണവും കലാപരമായ കഴിവുള്ളവർക്ക് അഭിവൃദ്ധിയും കലാപരമായ കഴിവിനെയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹം കൂടിയാണ് ശുക്രൻ. പ്രത്യേകിച്ച് നൃത്തം, വാദ്യം, അഭിനയം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയൊക്കെ കഴിവുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ ചിങ്ങമാസം അവർക്ക് അതിൻ്റേതായ മെച്ചവും പ്രാധാന്യവും ഗുണവും ഒക്കെ ലഭിക്കും. പിന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഏത് കാര്യവും പറഞ്ഞു ഫലിപ്പിക്കാനുള്ള ഒരു കഴിവ്, അതും ഈ ബുധൻ്റെ ശുക്രൻ്റെയൊക്കെ ഒരു കഴിവാണ്. എന്തെല്ലാം ഉണ്ടായാലും മനസ്സിനൊരു തൃപ്തിക്കുറവ് വരും എന്നുള്ളത് വേറൊരു കാര്യം. വേണ്ടാത്ത പല ആശയങ്ങൾ, കാരണം ശത്രുരാശിയാണ് ഞാൻ നേരത്തെ പറഞ്ഞു, വേണ്ടാത്ത പല ആശയങ്ങളും മനസ്സിലേക്ക് കയറി വരും. കാരണം ചന്ദ്രൻ മനസ്സാണ്, മാതാവാണ്. അങ്ങനെ കയറി വരുമ്പോൾ പലതും നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ ചിന്തിച്ച് എന്തെങ്കിലുമൊക്കെ പണി ചിലപ്പോൾ ഒപ്പിക്കാം. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. സെപ്റ്റംബർ 14 മുതൽ ശുക്രൻ ബന്ധുരാശിയായ ചിങ്ങൻ രാശിയിലേക്ക് വരും. അപ്പോൾ ചിങ്ങൻ രാശി ബന്ധുരാശി ആയതുകൊണ്ട് അത്തരത്തിലുള്ള കുറേ ഗുണങ്ങളൊക്കെ കിട്ടും. പ്രത്യേകിച്ച് ആദിത്യനുമായിട്ട് ഒരു യോഗവും വരുന്നുണ്ട്. അപ്പോൾ ആദിത്യനും പാപയോഗവുമായിട്ട് ശുക്രൻ ബന്ധം വരുമ്പോൾ അത് സാധാരണ ജീവിതത്തിൽ എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ അതിനും ചില വ്യതിയാനങ്ങളൊക്കെ സംഭവിക്കും. പക്ഷേ ഇവിടെ ഭൗതിക സുഖസൗകര്യത്തിന് വലിയ കുറവൊന്നും ഉണ്ടാകത്തില്ല. പക്ഷെ പലതിനോടും ഒരു വിരക്തി തോന്നാം, പല കാര്യത്തിലും ഒരു മാറ്റം അഥവാ ഒരു പരിഷ്കാരമൊക്കെ വേണമെന്ന് തോന്നുന്ന ഒരു സന്ദർഭമാകാം. മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ച് അവരുടെ ഇഷ്ടഭാവത്തിലാണ് സൂര്യൻ നിൽക്കുന്നത്. ഇപ്പം 3, 6, 10, 11 ഭാവത്തിൽ സൂര്യൻ നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് ഇഷ്ടഭാവം തന്നെയാണ്. പ്രത്യേകിച്ച് സ്വക്ഷേത്രമായ ചിങ്ങൻ രാശി നിൽക്കുക, ഉച്ചരാശിയായ മേടൻ രാശിയിലൊക്കെ ആദിത്യം വരിക, ഇതൊക്കെ കുറേ മെച്ചപ്പെട്ട ഫലം നൽകുന്ന ഭാവങ്ങളുമാണ്, രാശികളുമാണ്. അപ്പോൾ ഇവിടെ 3-ാം ഭാവത്തിലെ സൂര്യൻ ഐശ്വര്യം, അതുപോലെ നല്ല ആത്മവിശ്വാസം, പരാക്രമ സ്വഭാവം, ത്യാഗശീലം, ശത്രു ജേതാവായി മുന്നോട്ട് കുതിക്കാനുള്ള ഒരു ആവേശം എന്ന് പറഞ്ഞാൽ ശത്രുക്കളെയൊക്കെ പൊരുതി ജയിച്ച് നല്ല ഉന്മേഷത്തോടും നല്ല സന്തോഷത്തോടും ഒക്കെ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം. അതുപോലെ സർക്കാർ സംബന്ധമായിട്ട് ഇപ്പോൾ ആദിത്യനെ സംബന്ധിച്ച് പറയുമ്പോൾ ഒന്ന് പിതാവും ഒന്ന് സർക്കാരുമാണ്, ഭരണാധികാരികൾ. അപ്പോൾ 3-ാം ഭാവത്തിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ സർക്കാർ സംബന്ധമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആലോചിച്ചവർക്കും ജോലി സംബന്ധമായോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ആനുകൂല്യത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ പ്രമോഷന് വേണ്ടിയോ അങ്ങനെയൊക്കെ കാത്തിരിക്കുന്നവരും അങ്ങനെയൊക്കെ ശ്രമിക്കുന്നവർക്കൊക്കെ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള നല്ല ഫലങ്ങൾ ലഭിക്കുന്ന ഒരു മാസമാണ് ഈ ചിങ്ങമാസം മിഥുന രാശിക്കാരെ സംബന്ധിച്ച്. പിന്നെ എന്ന് പറയാൻ നല്ല ആത്മവിശ്വാസം ഉണ്ടാകുന്ന ഒരു മാസമാണ്. അതുപോലെ തന്നെ ആരോഗ്യസ്ഥിതി നേരത്തെ അല്പസ്വല്പം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതിൽ നിന്നൊക്കെ മാറി വരുന്ന ഒരു സാഹചര്യം. ഇപ്പം ഞാൻ ആരോഗ്യസ്ഥിതിയുടെ കാര്യത്തിൽ ഈ ശനിയും ചൊവ്വായും തമ്മിൽ അഗ്നിമാരത യോഗത്തിൻ്റെ ഒരു കാര്യം പറഞ്ഞപ്പോൾ നമ്മുടെ ഈ കർക്കിടക മാസം അല്ലെങ്കിൽ കർക്കിടകത്തിലൊക്കെ ആദിത്യനൊക്കെ നിൽക്കുമ്പോൾ ആദിത്യന് ഇച്ചിരി ബലക്കുറവാണ്. അപ്പോൾ ആദിത്യനെ സംബന്ധിച്ച് ഒന്ന് കാൽസ്യത്തിൻ്റെ ഒരു ഘടകം, 2 അസ്ഥികൾ, ഇതൊക്കെയാണ് ഈ ആദിത്യനെ സംബന്ധിച്ച് വരുന്നത്. അപ്പോൾ ഞാനിത് പറയാൻ കാര്യമെന്ന് പറഞ്ഞാൽ ശനി വായുവാണ്, പ്രതിസന്ധി ഉണ്ടാക്കുന്ന ആളാണ്, തട്ടമുട്ട ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്നതാണ്, തടസ്സമുണ്ടാക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് എന്നെ തന്നെ പലരും വിളിച്ചു ചോദിച്ചിട്ടുണ്ട്, വിലക്കം വീഴുക എന്ന് പറഞ്ഞാൽ സന്ധിബന്ധങ്ങൾ അത് പെട്ടെന്നങ്ങ് സ്റ്റക്കാവുക, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനും പിരിയാനും വയ്യാത്ത അവസ്ഥ, ഇതെല്ലാം ഇതിൻ്റെയൊക്കെ ലക്ഷണങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ഇപ്പം ചിങ്ങമാസം ആകുമ്പോഴത്തേക്ക് മാറത്തില്ലെന്ന് ചോദിച്ചാൽ കുറച്ചൊക്കെ മാറാം. കാരണം രാശി മാറുന്നതനുസരിച്ച് നക്ഷത്രങ്ങൾ മാറും, അതനുസരിച്ച് ആൾക്കാരുടെ ഇപ്പം നേരത്തെ കുഴപ്പമില്ലാത്തവർക്ക് ചിലപ്പോൾ ഇപ്പോൾ കുഴപ്പം വരാം, ഇപ്പോൾ കുഴപ്പമുള്ളവർക്ക് അന്നേരം കുഴപ്പമില്ലാത്തവർ, അങ്ങനെയൊക്കെ വരാം. പിന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ ചിങ്ങം രാശിയിലാണ് കേതു കൂടി നിൽക്കുന്നത് 3-ാം ഭാവത്തിൽ. അപ്പോൾ കേതു പ്രസിദ്ധിയും ബലവും അങ്ങനെയൊക്കെയുള്ള കുറേ നല്ല ആത്മവിശ്വാസവും പോരാട്ട വീര്യവും ഒക്കെ തന്നെ തരുമെങ്കിലും 3-ാം ഭാവമാണല്ലോ, സഹോദര ഭാവത്തിന് നല്ലതല്ല. 3-ാം ഭാവം സഹോദര സ്ഥാനത്തെ കൂടി സൂചിപ്പിക്കുന്നതായതുകൊണ്ട് കേതു
അത്ര നല്ല ഫലം നൽകത്തില്ല. പിന്നെ പറയുന്ന മിഥുന രാശിക്കാരിൽ പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് 9 ഭാഗ്യസ്ഥാനത്ത് രാഹു നിൽക്കുന്നത്. പല കാര്യവും നിർഭാഗ്യമാക്കാൻ കഴിവുള്ള ഒരു ഗ്രഹമാണ് രാഹു. അതായത് 9ാം ഭാവം എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭാഗ്യവും പിതാവിനെയും സൂചിപ്പിക്കുന്ന കാര്യമാണ്. അപ്പോൾ 9ാം ഭാവത്തിൽ രാഹു വരിക എന്ന് പറഞ്ഞാൽ പിതാവിന് ഏതെങ്കിലും തരത്തിലുള്ള ചില പ്രശ്നങ്ങളൊക്കെ വരാം. അത് ഒന്ന് അലർജി ആകാം, വിഷസംബന്ധമായ കാര്യങ്ങളാകാം, മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളാകാം, കാലിന് എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളാകാം. കാരണം കുംഭരാശിയിലാണ്. അപ്പോൾ ഇങ്ങനെ പലതുമാകാം പ്രായത്തിൻ്റെ അനുസരിച്ച്. അതുപോലെ തന്നെ പിതാവുമായിട്ട് പല കാര്യത്തിലും അഭിപ്രായ വ്യത്യാസം വരാം, എതിർപ്പ് വരാം. 9ാം ഭാവമാണ്. അല്ലെങ്കിൽ പിതാവിൻ്റെ വാക്കിന് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കാതിരിക്കാം, ക്ഷമയില്ലാതെ പ്രതികൂലമായി സംസാരിച്ചെന്ന് വരാം. രാഹുവിന് വ്യാഴത്തിൻ്റെ 9ാം ഭാവദൃഷ്ടി, മിഥുന രാശിയിൽ നിൽക്കുന്ന വ്യാഴം 9ാം ഭാവത്തിലേക്ക് പൂർണ്ണദൃഷ്ടി ഉള്ളതുകൊണ്ട് രാഹുവിന് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട്. അപ്പം വ്യാഴം അനുകൂലമായിട്ട് ഇഷ്ടഭാവത്തിലൊക്കെ ജാതകത്തിലുള്ളവരെ സംബന്ധിച്ച് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കത്തില്ല. അല്ലാത്തവർക്ക് ഈ രാഹു ചില പ്രശ്നങ്ങൾ, ഭാഗ്യദോഷമൊക്കെ ഉണ്ടാക്കും. ചൊവ്വയെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ, ഞാൻ ചൊവ്വയുടെ കുറച്ച് കാര്യം പറഞ്ഞു, അത് ശനിയും ചൊവ്വയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ കാര്യമാണ്. ഇവിടെ കന്നി രാശിയിലും തുലാം രാശിയിലുമായിട്ടാണ് ചൊവ്വ വരുന്നത്, 4, 5 ഭാവത്തിൽ. ഈ 4ാം ഭാവത്തിൽ നിൽക്കുന്ന കാര്യങ്ങൾ കുറേ ഞാൻ പറഞ്ഞു. 5ാം ഭാവത്തിൽ, തുലാം രാശിയിൽ 5ാം ഭാവത്തിൽ ചൊവ്വ വരുമ്പം, 5ാം ഭാവം എന്ന് പറഞ്ഞാൽ 1 മനസ്സാണ്, 2 സന്താനങ്ങളാണ്. മനസ്സിൽ ചൊവ്വ കയറി വരിക, അല്ലെങ്കിൽ 5ാം ഭാവത്തിൽ ചൊവ്വ വരിക എന്ന് പറയുമ്പം മനസ്സിടുങ്ങിയ ചിന്താഗതിയിലേക്ക് വരാം, അല്ലെങ്കിൽ ചില വിരോധവും വാശിയും വൈരാഗ്യവും അങ്ങനെയൊക്കെ വരാം. ഒരു തരം പോരാട്ട വീര്യം മനസ്സിലുണ്ടാകും. അവന് അങ്ങനെ ചെയ്താൽ പോരാ, അങ്ങനെ വിട്ടാൽ പോരാ, അങ്ങനെയൊക്കെയുള്ള ചില ചിന്താഗതികളൊക്കെ ഈ ചൊവ്വ നമ്മുടെ മനസ്സിലുണ്ടാക്കും. 1 ബുധനാണ്. അപ്പോൾ ചിലപ്പോൾ സുഹൃത്തുക്കളോ ബന്ധുക്കളോ അങ്ങനെയുള്ളവരുമായിട്ടാണെങ്കിൽ പോലും ഒരു പോരാട്ട വീര്യം ഒക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. പിന്നെ ഈ സന്താന ക്ലേശത്തിൻ്റെ കാര്യം പറഞ്ഞത്, ശുക്രൻ്റെ രാശിയിലാണല്ലോ 5ാം ഭാവത്തിൽ ചൊവ്വ വരുന്നത്, തുലാം രാശിയിൽ. തുലാം രാശി എന്ന് പറയുമ്പോൾ സ്ത്രീകളെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു രാശിയാണ്. സ്ത്രീകളുടെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുമ്പോൾ ശുക്രൻ 5ാം ഭാവം സന്താനങ്ങളാകുമ്പോൾ 1 യൂട്രസിനെ സൂചിപ്പിക്കുന്ന കാര്യം, 2 മൂത്രാശയ സംബന്ധമായ കാര്യങ്ങൾ, പ്രത്യേകിച്ച് വയറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെന്ന് വേണേൽ ഒറ്റവാക്കി പറയാം. അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു ഭാവത്തിൽ, 5ാം ഭാവത്തിൽ ചൊവ്വ വരികയാണിപ്പോൾ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഗർഭിണികളായിട്ടുള്ളവർ വളരെയേറെ ശ്രദ്ധിക്കണം. കാരണം ചൊവ്വയുടെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ തട്ട്, മുട്ട, ക്ഷതം, വീഴ്ച, പരിക്ക്, അതുപോലെ രക്തത്തെ സൂചിപ്പിക്കുന്നതാണ്, ബ്ലീഡിങ്ങിനെ സൂചിപ്പിക്കും. ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ വരും. അപ്പം അങ്ങനെയൊക്കെയുള്ള വിഷമതകൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി, അല്ല നെഗറ്റീവാണല്ലോ പറയുന്നതെന്നും ചിന്തിക്കേണ്ട, അങ്ങനെയുള്ളത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഈ ചൊവ്വ തുലാം രാശിയിൽ സഞ്ചരിക്കുന്ന ആ സമയം, അതായത് ഈ മാസം അവസാനമാണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ യൂട്രസ് സംബന്ധമായിട്ട് ചില കുരുക്കൾ, അല്ലെങ്കിൽ ബ്ലീഡിങ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ മൂത്രാശയ സംബന്ധമായിട്ട് മൂത്രത്തിൽ പഴുപ്പ്, അല്ലെങ്കിൽ ബ്ലഡ് വരിക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കൂടാ എന്നൊന്നുമില്ല. ഇതൊക്കെ പറഞ്ഞ എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇതൊക്കെ മുൻകൂട്ടി അറിഞ്ഞ് നമുക്ക് അത് ശ്രദ്ധിച്ചു പോകാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളാണ്. ഇവിടെ വ്യാഴവും ശനിയുമൊക്കെ ജാതകത്തിൽ ഇഷ്ടഭാവത്തിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ചൊവ്വയൊക്കെ. എന്നാലും ചെറിയ ചെറിയ വിഷയങ്ങളുണ്ടാകാം, വലിയ മാരകമായ വിഷയങ്ങളൊന്നുമില്ല. ഈ അഗ്നിമാരുത യോഗം എന്ന് പറയുമ്പോൾ ചെറിയ വിഷയമാണെങ്കിൽ പോലും അത് ആളിപ്പടർത്തി കത്തിച്ച് വലുതാക്കാൻ ശേഷിയുള്ളതാണ്. ചെറിയ ഒരു കാര്യം, ഒരു തീപ്പൊരിയെ കാട്ടുതീയാക്കി മാറ്റുന്നത് പോലെ ചെറിയ ഒരു കാര്യമാണ്, ശ്രദ്ധിക്കാതിരുന്നത് കൊണ്ട് അതൊരു വലിയ വിഷയമായിട്ട് മാറാം എന്നതിനെയൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ, നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നത് കാളസർപ്പയോഗം. ഈ കാളസർപ്പയോഗം എന്ന് പറയുമ്പോൾ രാഹു കേതുക്കളുടെ ഇടയിൽ മറ്റ് ഗ്രഹങ്ങളെല്ലാം കൂടെ വരുന്നതാണ്. ബാക്കിയുള്ള സപ്തഗ്രഹങ്ങൾ, അതായത് സൂര്യൻ മുതൽ ശനി വരെയുള്ള ഗ്രഹങ്ങൾ ഇതിൻ്റെ കീഴിൽ, ചന്ദ്രനെ നോക്കണ്ട, അത് 2.25 ദിവസം വീതം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് ഈ രാഹുകേതുക്കളുടെ ഇടയിൽ വരുമ്പോഴാണ് ഈ കാളസർപ്പയോഗം എന്നൊക്കെ പറയും. ചിലർ പറയും അങ്ങനൊരു യോഗമൊന്നുമില്ല, അതൊക്കെ ജാതകത്തിലും ഈ മറ്റു കാര്യങ്ങളിലുമൊക്കെ. പക്ഷേ അത് ആരുടെ ജീവിതത്തിലായാലും നമ്മുടെ സമൂഹത്തിലായാലും അത് നല്ല ഫലമൊന്നും നൽകുന്നില്ല. അതിനെ അതിജീവിച്ച് ആദ്യം
വെളിയിൽ ചാടിയ ഗ്രഹവും കൂടിയാണ് ചൊവ്വ. അതായത് ചിങ്ങത്തിലാണല്ലോ കേതു, ചിങ്ങത്തിൽ നിന്ന് കന്നിരാശിയിലേക്ക് ആദ്യമായി കടന്ന ഗ്രഹവും ചൊവ്വയാണ്. അപ്പം ഞാനീ പറഞ്ഞ കാര്യങ്ങളിൽ ശനിയും ചൊവ്വയും ഒക്കെ മോശമായിട്ടിരിക്കുന്നവരെ സംബന്ധിച്ച് നിങ്ങൾ ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ശനിക്ക് ശാസ്താവിനെ ഭജിക്കുക, ശാസ്താവിൻ്റെ അമ്പലത്തിൽ പോവുക, നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വഴിപാടുകളൊക്കെ ചെയ്യുക. ചൊവ്വയെ സംബന്ധിച്ച് പറയുമ്പോൾ അത് ഈ കന്നിരാശിയിലെ ചൊവ്വ എന്ന് പറഞ്ഞാൽ സ്ത്രീരാശിയാണ്, അത് ഭദ്രകാളിയാണ്. ചൊവ്വാഴ്ച ദിവസം ഭദ്രകാളിക്ക് ചുവന്ന വട്ടോ ചുവന്ന പൂവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്ത അർച്ചനയോ നിങ്ങളെ കൊണ്ട് പറ്റുന്ന വഴിപാടുകളൊക്കെ നടത്തി ഈശ്വരഭജനം നടത്തുക. തുലാം രാശിയിലെ ചൊവ്വ എന്ന് പറയുന്നത് ഓജരാശിയാണ്, അത് സുബ്രഹ്മണ്യനാണ്. അപ്പോൾ നിങ്ങളുടെ ജാതകത്തിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഏത് രാശിയിലാണ് നിൽക്കുന്നത്, ഓജരാശിയാണോ അല്ലെങ്കിൽ അതായത് പുരുഷരാശിയിലാണോ സ്ത്രീരാശിയിലാണോ നിൽക്കുന്നത്, ദോഷമായിട്ടാണോ നിൽക്കുന്നത്, അങ്ങനെയൊക്കെ നിങ്ങൾ നോക്കിയിട്ട് സുബ്രഹ്മണ്യനും ഭദ്രകാളിക്കും വഴിപാടൊക്കെ നടത്തി ഈശ്വരഭജനത്തോടുകൂടി മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ വരുമ്പോൾ ഈ ചിങ്ങമാസം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ നല്ല അനുഭവങ്ങൾ പ്രദാനം ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. നന്ദി, നമസ്കാരം.